നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിതിഗതികൾ സങ്കീർണമാകുന്നു. 10,000 പേർക്ക് രോഗം. പുതുതായി 10,031 രോഗികൾ. 24 മണിക്കൂറിൽ 67,775 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 21 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 3,792 രോഗമുക്തരായി. ജില്ലയിൽ 852 പേർക്ക് രോഗം. 278 പേർക്ക് രോഗമുക്തി. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയുടെ പുണ്യം നുകർന്ന വിശ്വാസികൾ. രശീദ് ബുക്കിൽ കൃത്രിമം കാണിച്ച് പണം തട്ടിയ SI കുടുങ്ങി. തിരുരങ്ങാടി സബ് ഇൻസ്പെക്ടർ ബിബിനെ ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ ആര്യടൻ ഷൗക്കത്തിന് അതൃപ്തി. താൽക്കാലികമാക്കിയത് KPCC നൽകിയ ഉറപ്പിന് വിരുദ്ധമെന്ന് ഷൗക്കത്ത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സ്ഥിതി കൂടുതൽ അതീവ ഗുരുതരം. കോവിഡ് പ്രതിദിന കണക്ക് 10,000 കടന്നു. സംസ്ഥാനത്ത് 10,031 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 67,775 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.8 ആണ്. 21 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 4,877 3,792 പേർ രോഗമുക്തരായി. ജില്ലയിൽ 882 പേർക്ക് രോഗം ബാധിച്ചു. 278 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 624. കോവിഡ് വ്യാപനം തടയുന്നതിനായി ജില്ലയിൽ 2 ദിവസങ്ങളായി നടക്കുന്ന കോവിഡ് മെഗാ ടെസ്റ്റിംഗ് ഡ്രൈവിന് തുടക്കമായി. 14,000 പേർക്ക് കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിന് ജില്ലയിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികളിലും പരിശോധന നടക്കും. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയുടെ പുണ്യം നുകർന്ന വിശ്വാസികൾ. വ്രതാനുഷ്ഠാനത്തിന്റെ 4ാം നാളിലെത്തിയ ആദ്യ വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരം കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് പള്ളികളിൽ നടന്നത്. റമദാൻ പിറന്ന് 4ാമത്തെ ദിവസം വന്നെത്തിയ വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ വ്രതശുദ്ധിയോടെ വിശ്വാസികൾ പ്രാർത്ഥനകളിൽ മുഴുകി. സ്വന്തം മഹലിലെ പള്ളികളിലാണ് മിക്കവരും റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിക്കാനെത്തിയത്. നമസ്കാരത്തിന് ഏറെ മുമ്പ് തന്നെ മിക്കവരും പള്ളികളിലെത്തിയിരുന്നു. കോവിഡ് വ്യാപന ആശങ്കകൾ നിലനിൽക്കെ പ്രത്യേക ഒരുക്കങ്ങൾ പള്ളികളിൽ പൂർത്തിയാക്കിയിരുന്നു. ജുമുഅ നമസ്കാരത്തിന് അഭൂതപൂർവമായ തിരക്കാണ് മിക്ക പള്ളികളിലും അനുഭവപ്പെട്ടതെങ്കിലും സാമൂഹ്യ അകലം ഉറപ്പാക്കാൻ പ്രത്യേക ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. കൃത്യമായ അകലം പാലിച്ചാണ് നമസ്കാര ഹാളിൽ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. നമസ്കാര ഹാളുകൾ നിറഞ്ഞു കവിഞ്ഞതോടെ വരാന്തകൾ വരെ നമസ്കാരത്തിനായി വിശ്വാസികൾ തെരഞ്ഞെടുത്തു. ഇവിടെയും കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാൻ മഹല്ല് കമ്മിറ്റികൾ പ്രത്യേകം ശ്രദ്ധിച്ചു. റമദാനിലെ ആദ്യ 10 ദൈവകൃപയുടെ പുണ്യം നുകർന്ന് ജീവിതം അർത്ഥപൂർണമാക്കാനുള്ള ആത്മസമർപ്പണത്തിലായിരുന്നു വിശ്വാസലോകം. പള്ളികളിൽ ഇമാമുമാരുടെ പ്രത്യേക ഉദ്ബോധന പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു. റമദാനേകുന്ന വിശുദ്ധി പൂർണ്ണമായും ആർജിച്ച് ആത്മസംസ്കരണം സാധ്യമാക്കാനും റമദാനേകുന്ന വിശുദ്ധി ജീവിതത്തിൽ പകർത്താനും ഇമാമുമാർ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. താനൂർ കാട്ടിലങ്ങാടി ശ്രീ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമര ശിലാസ്ഥാപനം നടന്നു. ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കാളികളായി. താനൂർ കാട്ടിലങ്ങാടി ശ്രീ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠയുടെ മുന്നോടിയായി കൊടിമര ശിലാസ്ഥാപന ചടങ്ങ് നടന്നു. വെള്ളിയാഴ്ച രാവിലെ 8:40-നും 9:20-നും ഇടയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അന്യ നമ്പൂതിരിപ്പാടിന്റെയും കൃഷ്ണജിത്ത് നമ്പൂതിരിപ്പാടിന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. താനൂർ കാട്ടിലങ്ങാടി ശ്രീ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിൽ 2006 നടന്ന സ്വർണ്ണ പ്രശ്ന വിധി പ്രകാരം നമ്മുടെ ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി ഉയരുന്ന പ്രശ്നവിധിയിൽ കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2006 കഴിഞ്ഞതിന് ശേഷം തന്നെ ക്ഷേത്രത്തിന് ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളും അതിനോടനുബന്ധിച്ചിട്ട് ക്ഷേത്രക്കുള നവീകരണം, ക്ഷേത്ര നടപ്പന്തൽ നിർമ്മാണം, അങ്ങനെ ഒട്ടനവധി പ്രവൃത്തികൾ സ്വർണ്ണപ്രശ്നത്തിന് ശേഷം നടന്നു കഴിഞ്ഞു. അതിനോട് ഒരു മഹാക്ഷേത്രം ആവുന്നതിനുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. മഹാക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ഒരു കൊടിമരം സ്ഥാപിക്കുക എന്നുള്ളത്, ആ കൊടിമരത്തിൻ്റെ
ശിലാസ്ഥാപന ചടങ്ങാണ് ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. അതിൽ ശിലാസ്ഥാപനം നടത്തിയത് നമ്മുടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിയൻ നാരായണ നമ്പൂതിരിപ്പാടും തന്ത്രരത്നം ശ്രീ കൃഷ്ണജിത്ത് തിരുമേനിപ്പാടും ചേർന്നിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ എല്ലാവിധ സഹായ സഹകരണം കൊണ്ട് ക്ഷേത്രം ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ക്ഷേത്രം പൂജാരി സുനിൽ, ഊരാളൻ സി വാസുദേവൻ, പ്രസിഡന്റ് സി രവി, സെക്രട്ടറി സുബ്രഹ്മണ്യൻ, ചെന്താമരാക്ഷൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. DCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കിയതിലെ അസംതൃപ്തി തുറന്നു പറഞ്ഞ് ആര്യടൻ ഷൗക്കത്ത്. അധ്യക്ഷ സ്ഥാനം താൽക്കാലികമെന്നത് KPCC നൽകിയ ഉറപ്പിന് വിരുദ്ധമെന്ന് ഷൗക്കത്ത്. പദവികൾക്കും അധികാരങ്ങൾക്കും വേണ്ടി കോൺഗ്രസ് ആശയങ്ങൾ പണയം വെക്കാൻ തയ്യാറല്ലെന്നും ഷൗക്കത്ത് വ്യക്തമാക്കി. DCC അധ്യക്ഷ സ്ഥാനം 20 ദിവസത്തേക്ക് താൽക്കാലികമാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് ഷൗക്കത്ത് പറഞ്ഞു. KPCCയുടെ ചില ഉന്നത നേതാക്കൾ നൽകിയ ഉറപ്പിന് ഘടകവിരുദ്ധമാണ് ഈ നിലപാട്. 20 ദിവസം DCC പ്രസിഡന്റ് എന്ന നിലയിൽ പാർട്ടിയിലെയും മുന്നണിയിലെയും പ്രശ്നങ്ങൾ തീർക്കാനും ജില്ലയിൽ UDFന് മികച്ച നേട്ടം ഒരുക്കാനും സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ഈ ഒരു 10-20 ദിവസം മാത്രമാണ് എനിക്ക് DCC പ്രസിഡന്റായി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത്. ആ 20 ദിവസം കൊണ്ട് മലപ്പുറം ജില്ലയിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരമാവധി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, മലബാറിന്റെ മതേതര പൈതൃകത്തിൽ കോൺഗ്രസിന്റെ പങ്ക് വലുതാണ്. ഇത് പണയം വെച്ചുള്ള ഒരു സന്ധിക്കും തയ്യാറല്ല. കോൺഗ്രസിന്റെ ആദർശത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകുമ്പോൾ ജയപരാജയങ്ങൾക്ക് പ്രാധാന്യമില്ല. കോൺഗ്രസിന്റെ മതേതര സ്വഭാവത്തിലും ജനാധിപത്യ നിലപാടുകളിലും വെള്ളം ചേർക്കാനുള്ള ചിലരുടെ നീക്കം ആശങ്ക സൃഷ്ടിക്കുന്നതായും ഷൗക്കത്ത് പറഞ്ഞു. ഇപ്പോൾ ഈ മതേതര സ്വഭാവത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ ആരെങ്കിലും ബോധപൂർവമായ ശ്രമം നടത്തുന്നു എന്നൊരു ധാരണയുണ്ട്. അല്ല, അങ്ങനെയല്ല. അത് ആരെങ്കിലും ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാളും ഞാൻ അത്തരമൊരു സംഗതിയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ എന്തായാലും ഈ കോൺഗ്രസിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തണമെങ്കിൽ തന്നെ വലിയ പോരാട്ടം പാർട്ടിക്കകത്ത് നടത്തേണ്ടി വരുന്നു എന്നൊരു യാഥാർത്ഥ്യം എന്നതാണ് സത്യം. കാരണം കോൺഗ്രസിനകത്തും അത് ഈ ഒരു മതേതര സ്പേസ് കുറഞ്ഞു വരും, ഒരു സെക്യുലർ സ്പേസ് കുറഞ്ഞു വരും. എപ്പോഴും അതിന് അപ്പുറത്തേക്ക് ആ സെക്യുലർ സ്പേസ് കുറഞ്ഞു വരുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ മതേതരത്വ നിലപാട് സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചത്. ചിലരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് കോൺഗ്രസിനെ ചിലർക്ക് തീരെഴുതി കൊടുക്കാനുള്ള നീക്കത്തെയും ഷൗക്കത്ത് രൂക്ഷമായി വിമർശിച്ചു. 6 DCCകൾക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൽക്കാലിക പ്രസിഡന്റുമാരെ നിയമിച്ചിരുന്നത്. ഇതിൽ മലപ്പുറം ഒഴികെ 5 DCCകളുടെ ചുമതല നൽകിയത് KPCC ഭാരവാഹികൾക്കും DCCയുടെ സീനിയർ വൈസ് പ്രസിഡന്റുമാർക്കുമാണ്. എന്നാൽ KPCCയുടെയോ DCCയുടെയോ ഭാരവാഹി അല്ലാത്ത ആര്യാടൻ ഷൗക്കത്തിന് കാലാവധി പറയാതെയായിരുന്നു ചുമതല നൽകിയത്. നിറമതിൽ ജനതാ ബസാർ സീക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ വിഷു റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രദേശത്തെ 150 കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. നിറമതിൽ ജനതാ ബസാർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സീക്കോ ക്ലബും ജനതാ ബസാർ ചാരിറ്റി ഓർഗനൈസേഷനും സംയുക്തമായാണ് വിഷു റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തത്. പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് നൽകിയത്. ജമാൽ, ആരിസ്, ലബീബ്, ഇജാസ്, ജാസിം, ഇർഷാദ്, ഷബീർ എന്നിവർ നേതൃത്വം നൽകി. രസീത് ബുക്കിൽ കൃത്രിമം കാണിച്ച് പണം തട്ടിയ SI കുടുങ്ങി. തിരുരങ്ങാടി സബ് ഇൻസ്പെക്ടർ ബിബിനെ ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ചുമതലയേറ്റ അന്നു മുതൽ SI തട്ടിപ്പ് നടത്തിവരുന്നതായി കണ്ടെത്തി. പോലീസ് വാഹന പരിശോധനയിലും മറ്റുമായി പിഴ ഈടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന രസീത് ബുക്കിലാണ് SI കൃത്രിമം കാണിച്ചത്. പിഴ അടയ്ക്കുന്നയാൾക്ക് അയാൾ നൽകിയ തുകയുടെ യഥാർത്ഥ രസീത് നൽകും. പിന്നീട് ബുക്കിൽ തുക കുറച്ച് കാണിക്കുകയായിരുന്നു. തിരുരങ്ങാടിയിൽ ഫെബ്രുവരി 8 മുതലുള്ള എല്ലാ പിഴയുടെയും രസീതിൽ കൃത്രിമം നടന്നതായി കണ്ടെത്തി. ഇത് സംബന്ധിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി മലപ്പുറം DYSPയെ വകുപ്പ് തല അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരുന്നു. DYSPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതിന്റെ ഭാഗമായാണ് തിരുരങ്ങാടി SI ചുമതലയേറ്റത്. അന്നു മുതൽ രസീതിൽ കൃത്രിമം നടത്തിയിട്ടുള്ളതായി കണ്ടെത്തി. പിഴ തുക പിറ്റേ ദിവസം ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് പതിവ്. ഒഴൂർ പഞ്ചായത്തിൽ സൗജന്യ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പിന് തുടക്കമായി. ഒഴൂർ GLP സ്കൂളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ വാക്സിൻ സ്വീകരിച്ചു. ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പിന് 16-ാം വാർഡിൽ തുടക്കമായി. ഒഴൂർ GLP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ വാക്സിൻ സ്വീകരിച്ചു. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. യൂസഫ്, വാർഡ് മെമ്പർ P. ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രമീള, സവിത, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാനിഫ്, മാസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജു, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ നന്ദകുമാർ, ശശി, JPHN, NRHM ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റിന്റെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിരൂരിലും താനൂരിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. തിരൂർ നഗരത്തിൽ നടന്ന പ്രകടനത്തെ അഡ്വക്കേറ്റ് KC നസീർ അഭിസംബോധന ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റിന്റെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് തിരൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്.
പ്രകടനത്തെ അഡ്വക്കേറ്റ് കെ സി നസീർ അഭിസംബോധന ചെയ്തു. 2 ദിവസം മുമ്പ് നടന്ന അക്രമത്തിനെതിരെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഇന്ന് വരെ അക്രമം നടന്ന വീട് സന്ദർശിക്കാനോ പ്രതികളെ പിടികൂടാനോ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ഇതിൽ പോലീസിന്റെ അനാസ്ഥയും സംശയിക്കേണ്ടതുണ്ടെന്ന് നസീർ ചൂണ്ടിക്കാട്ടി. വളരെ സമാധാനപരമായി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജനജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് നമുക്കറിയാം, ഒരു പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് അതും പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതാവിൻ്റെ വീട്ടിലേക്ക് തന്നെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായും പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഇന്ന് ആർക്കാണോ വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സംഘപരിവാര ശക്തികളായിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, ചിലപ്പോഴൊക്കെ കേസിൻ്റെ ഭാഗമായി കക്ഷികളൊന്ന് പറയാറുണ്ട്, പ്രശ്നങ്ങളുണ്ടായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ വിളിക്കൂ എന്ന് പറയുന്നൊരു മറുപടി ചിലപ്പോൾ പോലീസിൽ നിന്നുണ്ടാവാറുണ്ട്. അതേ രീതി തന്നെയാണോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതാവിൻ്റെ പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ പരാതി കിട്ടിയിട്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണോ എന്നാണ് ഞങ്ങൾ പോലീസിനോട് ചോദിക്കുന്നത്. പ്രകടനത്തിന് ഡിവിഷൻ പ്രസിഡന്റ് CH ബഷീർ, സെക്രട്ടറി അബ്ദുറഹ്മാൻ, തിരുവേരിയ പ്രസിഡന്റ് അഹമ്മദ് കബീർ, യഹിയ, മുസ്തഫ, ബാപ്പു, നിസാർ, അബ്ദുൽ ഖാദർ, അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോപ്പുലർ ഫ്രണ്ട് താനൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിലും പ്രതിഷേധ പ്രകടനം നടന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ജംഗ്ഷനിൽ സമാപിച്ചു. N. അഷ്റഫ്, T. ഫഹദ്, CP ഗഫൂർ, സിദ്ദിഖ് മൂലക്കൽ, കുഞ്ഞു മുഹമ്മദ്, ഖാലിദ്, ഹാരിസ്, ഷംസു തുടങ്ങിയവർ നേതൃത്വം നൽകി. നോമ്പ് തുറക്കും വൈവിധ്യമാർന്ന പലഹാരങ്ങളുമായി വിപണി സജീവം. നോമ്പുകാലത്തെ കച്ചവടം മുന്നിൽ കണ്ട് നിരവധി പലഹാര നിർമ്മാണ കേന്ദ്രങ്ങളാണ് ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ളത്. ഹോട്ടലുകൾ, ബേക്കറി, താൽക്കാലിക നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് മുന്നിലും പ്രധാന റോഡുകളുടെ ഇരുവശങ്ങളിലുമായും പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിച്ചാണ് പലഹാര വിൽപ്പന പൊടിപൊടിക്കുന്നത്. ഉന്നക്കായ, പൊക്കവട, മീറ്റ് കബാബ്, മുട്ടബജി, കട്ട്ലറ്റ്, മസാല ബോണ്ട, ഈത്തപ്പഴംപൊരി, സമൂസ, പഴംപൊരി, ഇങ്ങനെ നീളുന്നു പലഹാരങ്ങളുടെ വൈവിധ്യം. സമൂസയ്ക്ക് പലവിധ വിലയാണ്. വെജിറ്റബിൾ സമൂസയുടെ വില 10 രൂപ വരെ, നോൺ വെജിന് 10 മുകളിലും. പഴംപൊരി, മുട്ടബജി എന്നിവയ്ക്ക് 8 രൂപയും ഉന്നക്കായക്കും കട്ട്ലറ്റിനും 12 രൂപയും കട്കാപ്പൊരിക്ക് 10 രൂപയും നൽകണം. നോൺ വെജ് പലഹാരങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. ചില വിഭവങ്ങൾ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. നോമ്പ് തുടങ്ങിയതോടെ പലഹാരങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്. രാവിലെ 10 തുടങ്ങി ഉച്ചയോടെയാണ് പലഹാര നിർമ്മാണം തകൃതിയാവുന്നത്. വൈകുന്നേരം 6 വരെ ഇത് തുടരും. ചൂടുള്ള പലഹാരങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ എന്നതിനാൽ ഉച്ചയോടെയാണ് പലഹാരങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുക. വൈകിട്ടോടെ കടകൾക്ക് മുന്നിൽ പലഹാരങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരുടെ തിരക്കാണ്. പലചരക്ക് സാധനങ്ങളുടെ വില വർധനവ് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. സമൂസ ഉണ്ടാക്കുന്നുണ്ട്, പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വജിയുണ്ട്, പിന്നെ ഉന്നക്കായ ഉണ്ട്, കിളിക്കൂടുണ്ട്, ചിക്കൻ സമൂസ ഉണ്ട്, സാധാ സമൂസ ഉണ്ട്, പിന്നെ പൊക്കവട ഉണ്ട്, ചിക്കൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉന്നക്കായി, കിളിക്കൂട് ഇതൊക്കെയാണ് നമ്മളെ പുതിയ വിഭവങ്ങൾ. ഉന്നക്കായി, കിളിക്കൂട്, ചിക്കൻ സമൂസ ഇതൊക്കെ നമ്മളെ ഒരു പ്രത്യേകതയാണ്. ചൂടുള്ള വിഭവങ്ങൾ ലഭിക്കുമെന്നതിനാൽ പലഹാരങ്ങൾക്ക് ഏറെ ആവശ്യക്കാരുണ്ട്. പത്തിരി, നൂലപ്പം, റൊട്ടി, നാൻ, പൊറോട്ട എന്നിവ ഓർഡർ അനുസരിച്ച് നിർമ്മിക്കുന്ന നിരവധി കേന്ദ്രങ്ങളുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് വാങ്ങുന്നവയ്ക്ക് കൂടിയ വിലയാണ് ചില്ലറ വിൽപ്പനക്കാർ ഈടാക്കുന്നത്. അറേബ്യൻ വിഭവങ്ങളായ കൊഴിമന്തി, മദ്ഹൂത്ത്, കബ്സ, ബുഖാരി റൈസ് എന്നിവയും രംഗത്തുണ്ട്. നോമ്പുതുറകളെ ലക്ഷ്യമിട്ടുള്ള ഇവ ഓർഡറിനനുസരിച്ചാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. തിരൂരിലെ വ്യാപാര പ്രമുഖരും തെറ്റമ്മൽ ഗ്രൂപ്പ് ചെയർമാനുമായ വള്ളിക്കാഞ്ഞിരം കുന്നത്തടത്ത് തെറ്റമ്മൽ എനുദ്ദീൻ കുട്ടി ഹാജി നിര്യാതനായി. 85 വയസ്സായിരുന്നു. വള്ളിക്കാഞ്ഞിരം മഹല്ല് പ്രസിഡന്റ്, MS തിരൂർ താലൂക്ക് ട്രഷറർ, ചെമ്മാട് ദാറുൽ ഹുദ എക്സിക്യൂട്ടീവ് അംഗം, കാർത്തല മർക്കസ് കമ്മിറ്റി അംഗം, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സ്ഥാപക അംഗം, ഇസ്ലാമിക് സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഖദീജയാണ് ഭാര്യ. നൂർജഹാൻ, ഷംസുദ്ദീൻ, കമറുദ്ദീൻ, നജിമുദ്ദീൻ, ഉമൈബാനു, ഉമ്മു സൽമ,
സുബൈദ, സെലീന, അസ്മാബി, ജമാലുദ്ദീൻ, സലാഹുദ്ദീൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിതിഗതികൾ സങ്കീർണമാകുന്നു. 10,000 പേർക്ക് രോഗം. പുതുതായി 10,031 രോഗികൾ. 24 മണിക്കൂറിൽ 67,775 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 21 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 3,792 രോഗമുക്തരായി. ജില്ലയിൽ 852 പേർക്ക് രോഗം. 278 പേർക്ക് രോഗമുക്തി. വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയുടെ പുണ്യം നുകർന്ന വിശ്വാസികൾ. രശീദ് ബുക്കിൽ കൃത്രിമം കാണിച്ച് പണം തട്ടിയ SI കുടുങ്ങി. തിരുരങ്ങാടി സബ് ഇൻസ്പെക്ടർ ബിബിനെ ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ ആര്യാടൻ ഷൗക്കത്തിന് അതൃപ്തി. താൽക്കാലികമാക്കിയത് KPCC നൽകിയ ഉറപ്പിന് വിരുദ്ധമെന്ന് ഷൗക്കത്ത്. ഇതോട് വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.